പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS പൊളിറ്റിക്കൽ സയൻസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള 7ാമത്തെ ചാപ്റ്ററാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളും രാഷ്ട്രത്തിന്റെ നയം, സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ നയത്തിലെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ വരുന്നത്. എന്താണ് നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് എക്സാമിന് 60% ഭാഗങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അല്ലെങ്കിൽ ഗൈഡിൽ നിന്ന് വരുന്നത്. ആ ചാപ്റ്റർ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. അതിൽപ്പെട്ട 7ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു വീഡിയോസിലാണ്. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോസിൽ അവതരിപ്പിക്കും. നമുക്കറിയാം എക്സാമിന് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. മലയാളത്തിലെ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഗൈഡുകളിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മീനിങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആൻസറുകൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, മലയാളത്തിൽ എഴുതാവുന്നതാണ്. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സ്റ്റേറ്റ് ഇറ്റ് കാറ്റഗറീസ്. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ, അത് എത്ര തരം നിർദ്ദേശക തത്വങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 4ാം ഭാഗം രാഷ്ട്രതലത്തിലെ നിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. 36ാം വകുപ്പ് മുതൽ 51ാം വകുപ്പ് വരെയുള്ളവയാണ്. ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ വന്നിട്ടുള്ളത്. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണിത്. ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന് രാഷ്ട്രീയവും സാമ്പത്തികപരമായ സമഗ്ര പദ്ധതി ഒരുക്കുന്ന ഒരു അപൂർവ രേഖയായി BR അംബേദ്കർ നിർദ്ദേശകർ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമ രാഷ്ട്രം, അത് സാമൂഹ്യപരമായി ആയിക്കോട്ടെ സാമ്പത്തികപരമായി ആയിക്കോട്ടെ ജനാധിപത്യപരമായ ഒരു പുരോഗതിയിലേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്നുള്ളതാണ് അംബേദ്കറുടെ അഭിപ്രായത്തിൽ നിർദ്ദേശക തത്വങ്ങൾ. അതിൻ്റെ കാറ്റഗറീസ് എത്രയെന്നുള്ളതാണ്. കാറ്റഗറീസ് 4 തരമുണ്ട്. 1 സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ, 2 ഗാന്ധിയൻ തത്വങ്ങൾ, അതൊക്കെ ഓരോന്ന് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. 3ാമത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള തത്വങ്ങൾ അല്ലെങ്കിൽ ഉദാര തത്വങ്ങൾ, 4ാമത് സമ്മിശ്ര തത്വങ്ങൾ. ഇത് വേറെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ വിശദീകരിക്കും. 2ാമത് ചോദ്യം, വാട്ട് ആർ ദ മേജർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. 1ാമത് പറയുന്നത് എല്ലാവർക്കും ജീവിത വൃത്തിക്കായിട്ടുള്ള മാർഗങ്ങൾ, 2 ഭൗതിക വിഭവങ്ങളുടെ മേലുള്ള പൊതു ഉടമസ്ഥത, 3 പറയുന്നത് പൊതു താല്പര്യത്തിന് വിരുദ്ധമായി സമ്പത്ത് കുന്നുകൂടുന്നത് തടയുക എന്നുള്ളതാണ്. 4ാമത് പറയുന്നത് തുല്യ ജോലിക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തുല്യ വേതനം കൊടുക്കാം. 5 തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം. 6 ഏക സിവിൽ നിയമം. 7 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ രൂപീകരണം. 8 പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഉന്നമനം. 9 വന്യജീവി സംരക്ഷണം, ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം. 10ാമത് അന്താരാഷ്ട്ര സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശ തത്വങ്ങൾ. 3ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ്. എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്നാണ്. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളായിട്ടാണ് കാണുന്നത്. മൗലിക അവകാശങ്ങൾ നിഷേധ സ്വഭാവമുള്ളതാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. എല്ലാവർക്കും ജീവിതം വൃത്തിയാക്കാനുള്ളതും ഭൗതിക വിഭവങ്ങളുടെ പേരുള്ള താല്പര്യങ്ങൾ, പൊതു താല്പര്യത്തിന് വിരുദ്ധമായി സമ്പത്ത് കുന്നുകൂടുന്നത് തടയുക. അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കുക, തൊഴിലും വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം, ഏകീകൃത സിവിൽ നിയമം, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ രൂപീകരണം, പട്ടികജാതി അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പോൾ നിർദ്ദേശക തത്വത്തിൽ മൊത്തം സമൂഹത്തിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ചില സന്ദർഭങ്ങളിൽ നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൗരന്റെ മൗലിക അവകാശങ്ങളുമായി സംഘർഷം ഉണ്ടാകാൻ ഇടയുണ്ടെന്നതാണ്.
അടുത്ത ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതാണ്. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലെ വ്യത്യാസം എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ നിഷേധ സ്വഭാവമുള്ളതാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. രണ്ടാമത് പറയുന്നത് മൗലികാവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ നിയന്ത്രിക്കുന്നു. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അത് രാഷ്ട്രത്തോട് കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, മൗലികാവകാശങ്ങൾ രാഷ്ട്രത്തിന്റെ പ്രവർത്തനത്തിന് പരിധി കൽപ്പിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ നീതിനിഷ്ഠമാണ്. നിയമലംഘനവുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങൾ കോടതി മുഖാന്തരം ഇടപെടാം. മൗലികാവകാശങ്ങൾ അധികാര സ്ഥാനത്ത് നിന്നുള്ള സ്വഭാവമാണ്. ഇതൊക്കെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഇതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ അനുകൂലമായ കാര്യങ്ങളാണ്. സാമൂഹ്യവും സാമ്പത്തികവും ജനാധിപത്യം സ്ഥാപിക്കാൻ നിർദ്ദേശക തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പ്രമാണത്തിന്റെ രൂപമാണ്. ഒരു നിർദ്ദേശ തത്വം ഗവൺമെന്റ് അനുസരിക്കുന്നില്ലെങ്കിൽ അതിനായി നമുക്ക് കോടതിയെ സമീപിക്കാനാവില്ല. നിർദ്ദേശക തത്വങ്ങൾ നീതിനിഷ്ഠമല്ല. നിർദ്ദേശ തത്വങ്ങൾ സ്വേച്ഛാപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പോലെയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് റൈറ്റ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഭരണഘടനയിലെ മൗലിക കടമകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് 51A വകുപ്പിലാണ് ഭൗതിക കടമകൾ ചേർത്തിക്കുന്നത്. USSRന്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ രൂപം കൊണ്ടത്. 1976 ഭരണഘടനയുടെ 42ാമത് ഭേദഗതി പാസാക്കി. ഈ ഭേദഗതിയിൽ പൗരന്മാരുടെ മൗലിക ഉത്തരവാദിത്തങ്ങളുടെ ഒരു പട്ടികയും ചേർത്തു. മൗലിക കടമകൾ 11 എണ്ണമാണ്. എന്നാൽ ഈ മൗലിക കടമകൾ നടപ്പാക്കുന്നതിനെ പറ്റി ഭരണഘടനയിൽ പരാമർശിച്ചില്ല. ഒന്നാമത് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകകളെയും ദേശീയ ഗാനങ്ങളെയും ആദരിക്കുക. അതാണ് ഒന്നാമത്തെ മൗലിക കടമ. 2 സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തെ ആവേശം കൊള്ളിച്ച മഹത്തായ ആദർശങ്ങളെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. 3 ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും ഏകീകൃതത്തെയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. 4 രാഷ്ട്രത്തെ പ്രതിരോധിക്കുക. രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ രാഷ്ട്ര സേവനം നൽകുക. 5 മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വ്യത്യാസങ്ങൾക്ക് ഉപരിയായി ഇതിലെ മുഴുവൻ ജനങ്ങൾക്കുമിടയിൽ യോജിപ്പും പൊതുവായ സാഹോദര്യം വളർത്തുക. സ്ത്രീകളുടെ അന്തസ്സിനെ ദോഷപ്പെടുത്തുന്ന നടപടികൾ നിരാകരിക്കുക. 6 പറയുന്നത് നമ്മുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകം വിലയിരുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 7 വനങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ്. 8 ശാസ്ത്രബോധവും മനുഷ്യബോധവും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും താല്പര്യം വികസിപ്പിക്കുക. 9 പറയുന്നത് വ്യക്തിപരവും സാമൂഹികപരമായ ആക്രമണം ഒഴിവാക്കുക. 10 പറയുന്നത് വ്യക്തിപരവും സാമൂഹികപരമായ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും മികവുണ്ടാക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യുക. അതുവഴി രാഷ്ട്രത്തെ പരിശ്രമത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉന്നതത്തിലെത്തിക്കുക. 11ാമത് പറയുന്നുണ്ട് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് ഓരോ പിതാവിൻ്റെയും അല്ലെങ്കിൽ രക്ഷാകർത്താവിൻ്റെയും ചുമതലയാണ്. ഇത്രയാണ് ഭരണഘടനയിലെ ചുമതലകൾ, മൗലിക ചുമതലകൾ എന്ന് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ദി 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആണ്. നിർദ്ദേശക തത്വങ്ങളെ 3ആയി തരംതിരിച്ച് അത് ഏതൊക്കെയെന്നുള്ളതാണ്. 1 സോഷ്യലിസ്റ്റ് സാമ്പത്തിക തത്വങ്ങളാണ്. ഭരണഘടനയുടെ 38ാം വകുപ്പ് ജനനന്മക്കായി ഒരു സാമൂഹ്യ ക്രമം ഉറപ്പാക്കുന്നതിന് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. 2ാമത് പറയുന്നത് 39ാം വകുപ്പ് ജനാധിപത്യ സോഷ്യലിസ്റ്റിന്റെ അടിസ്ഥാന തത്വത്തെ വ്യക്തമാക്കുന്നുണ്ട്. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപജീവന മാർഗം വരുന്നുണ്ട്. വിഭവങ്ങളുടെ ന്യായമായ വിതരണം വരുന്നുണ്ട്. തുല്യ ജോലിക്ക് തുല്യ വേതനം വരുന്നുണ്ട്. നീതിപൂർവമായ സാമൂഹ്യ ക്രമം വരുന്നുണ്ട്. ചൂഷണത്തിൽ നിന്നുള്ള മോചനം വരുന്നുണ്ട്. അസമത്വം ഒഴിവാക്കലുണ്ട്. നീതിപൂർവവും മനുഷ്യോചിതമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പെടുത്തുക. സമ്പത്തും മൂലധനവും സ്വകാര്യ വ്യക്തികളിൽ കൈകളിൽ കുമിഞ്ഞുകൂടുന്ന തടയുക. 3ാമത് പറയുന്നുണ്ട് 44ാം വകുപ്പ് തൊഴിൽ, വിദ്യാഭ്യാസം, സർക്കാർ സഹായം എന്നിവയ്ക്കുള്ള അവകാശം ഉറപ്പാക്കുന്നുണ്ട്. 42ാം വകുപ്പ് നീതിയും തൊഴിൽ രംഗത്തെ മാനുഷിക സാഹചര്യങ്ങളും പ്രസവ സംബന്ധമായ ആശ്വാസ നടപടികളും സംബന്ധിച്ച് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ രാഷ്ട്രത്തോട് നിർദ്ദേശിക്കുന്നുണ്ട്. 43ാം വകുപ്പ് ജീവിക്കാനുള്ള വേതനവും തൊഴിൽ സാഹചര്യവും നൽകുന്നതിന് രാഷ്ട്രത്തോട് ആവശ്യപ്പെടുന്നു. വ്യവസായങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. ഇതാണ് സോഷ്യലിസ്റ്റ് തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിയൻ തത്വങ്ങളാണ് 2ാമത്. നിർദ്ദേശ തത്വങ്ങൾ ചിലത് ഗാന്ധിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടാണ്.
സഹകരണ അടിസ്ഥാനത്തിലോ വ്യക്തിഗത അടിസ്ഥാനത്തിലോ കുടിൽ വ്യവസായങ്ങൾ വളർത്തുന്നതിന് ഭരണഘടനയിലെ 43-ാം വകുപ്പ് രാഷ്ട്രത്തോട് നിർദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് 46-ാം വകുപ്പ് അനുസരിച്ച് ദുർബല ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തികപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് രാഷ്ട്രം മുൻകൈയെടുക്കണം. 3, ജനങ്ങളുടെ ജീവിത നിലവാരവും പോഷകാഹാരത്തിന്റെ തോതും ഉയർത്തുന്നതും ജനങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനും രാഷ്ട്രത്തിന്റെ പ്രാഥമിക ചുമതലകളായി കരുതണമെന്ന് 47-ാം വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. 4, മദ്യനിരോധനം നടപ്പിലാക്കുക. 5, ആധുനികവും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ കൃഷിയും മൃഗസമ്പത്തും സംരക്ഷിക്കണമെന്ന് 47-ാം വകുപ്പ് രാഷ്ട്രത്തോട് പറയുന്നുണ്ട്. 6, പരിസ്ഥിതി നിലനിർത്തുക, വനസമ്പത്ത് സംരക്ഷിക്കുക. മൂന്നാമത് പറയുന്നതാണ് ഉദാര തത്വങ്ങൾ. ഈ തത്വങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ തരത്തിലുള്ള പൗരാവകാശങ്ങളുണ്ട്. 14 വയസ്സ് പൂർത്തിയാക്കുന്നതുവരെ എല്ലാ കുട്ടികൾക്കും സൗജന്യം നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകുന്നതിന് രാഷ്ട്രം ശ്രമിക്കണമെന്ന് 45-ാം വകുപ്പ് നിർദ്ദേശിക്കുന്നു. ചരിത്ര വസ്തുക്കൾ കൊള്ളയടിക്കുന്നതും നശിക്കുന്നതും തടയണമെന്ന് 49-ാം വകുപ്പ് പറയുന്നുണ്ട്. നീതിന്യായ വകുപ്പിന്റെ ഭരണനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു എന്ന് 50-ാം വകുപ്പ് പറയുന്നുണ്ട്. അന്തർദേശീയ സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി 51-ാം വകുപ്പ് നിലകൊള്ളുന്നുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രം മുൻകൈയെടുക്കണമെന്ന് 51-ാം വകുപ്പ് പറയുന്നുണ്ട്. അന്തർദേശീയ സമാധാന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അന്തസ്സുറ്റ ബന്ധവും നീതി നിലനിർത്തുക, അന്തർദേശീയ നിയമങ്ങളെയും ഉടമ്പടികളെയും ആദരിക്കുക, മധ്യസ്ഥം വഴി അന്തർദേശീയ തർക്കങ്ങൾ തീർപ്പാക്കുക എന്നുള്ളത്. The last ചോദ്യമാണ് evaluate the directive principles of state policy on universalization of education to child labor status of നിർദ്ദേശ തത്വങ്ങളിലെ സാർവത്രിക വിദ്യാഭ്യാസം, ബാലവേല, സ്ത്രീകളുടെ പദവി എന്നിവയെക്കുറിച്ച് വിവരിക്കാനാണ്. അതിൽ ഒന്നാമത് വിദ്യാഭ്യാസ പുരോഗതിയാണ്. സാമൂഹ്യ പുരോഗതി നേടുന്നതിനുള്ള അതിശക്തമായ ഒരു മാധ്യമമാണ് വിദ്യാഭ്യാസം. 1948 ഇന്ത്യ ഗവൺമെന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ 1949 വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. 49 റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പുനഃസങ്കല്പിക്കാൻ വിസ്തൃതി ചെയ്തു. ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലായവരുടെ നേതൃത്വത്തിൽ 1953 മറ്റൊരു കമ്മീഷൻ നിയമിച്ചു. കുട്ടിയുടെ സർവോത്മകരമായ വികസനത്തിന് സെക്കൻഡറി തല വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാകണമെന്ന് ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 1964 കോത്താരി കമ്മീഷൻ അഥവാ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിക്കപ്പെട്ടു. 1996 ഇതിൽ നൽകിയ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ മുഴുവൻ ഏകമായ വിദ്യാഭ്യാസ ഘടനയ്ക്ക് രൂപം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 1984 പുതിയ വിദ്യാഭ്യാസ നയം, 1929 പ്രവർത്തന പദ്ധതിയും 21-ാം നൂറ്റാണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 14 വയസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണമെന്നും നിർദ്ദേശിച്ചു. പിന്നെ രണ്ടാമത് എന്താണ് ബാലവേല, ചൈൽഡ് ലേബർ. ബാല അധ്വാനം ഇന്ത്യയിൽ ഒരു പ്രധാന സാമൂഹ്യ പ്രശ്നമാണ്. വ്യവസായ ഇന്ത്യൻ തൊഴിൽശാല നിയമം 14 വയസ്സിൽ കുറഞ്ഞ ആൺകുട്ടികളെ കൊണ്ടോ പെൺകുട്ടികളെ കൊണ്ടോ പണിയെടുപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. 1951 തോട്ടം തൊഴിൽ നിയമം 12 വയസ്സിൽ കുറഞ്ഞ കുട്ടികളെ കാപ്പി, റബ്ബർ എന്നീ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കുന്നതിന് തടയുന്നു. 1952 ഖനി സുരക്ഷാ നിയമം 15 വയസ്സിൽ കുറവായ കുട്ടികളെ ഖനികളിൽ ജോലി ചെയ്യുന്നതിന് നിരോധിച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ പദവിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഗവൺമെന്റും ഗവൺമെന്റിതര സംഘടനകളും 1978 സർവ്വദേശീയ വനിതാ വർഷമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതകൾ പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഇന്ത്യൻ സ്ത്രീകളുടെ പുരോഗതിക്കും സ്വാതന്ത്ര്യ സാമൂഹ്യ പുരോഗതിയും കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഓരോ മാർക്കിൻ്റെ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ NASന്റെ SSLC +2 അഡ്മിഷനോ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനോ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.